ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിലും കുറച്ച് വ്യത്യസ്തമായിരിക്കും എങ്കിലും സാധാരണ വ്യാപകമായി ഉപയോഗിക്കുന്ന ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിലെ പ്രധാന ഭാഗങ്ങൾ ഡൈജസ്റ്റർ, ഗ്യാസ് കളക്ടർ, ഇൻലെറ്റ് ചേംബർ, ഔട്ട്ലെറ്റ്, ഗ്യാസ് കൺട്രോൾ വാൽവ്, ഗ്യാസ് ലൈന്, സ്റ്റൗവ് എന്നിവയാണ്. ഇത് കൂടാതെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ക്രഷറുകൾ ഉപയോഗിക്കാറുണ്ട്. ഗ്യാസിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനുള്ള സ്ക്രബ്ബറുകളും ഉപയോഗിക്കാറുണ്ട്. വ്യാവസായിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഫീഡിങ്ങിന്, വേസ്റ്റ് ഫീഡിങ്ങിന്, ഓട്ടോമാറ്റിക് ഫീഡിങ്ങിനായിട്ടുള്ള സ്ക്രൂ ഫീഡറുകൾ, പ്ലാന്റിനകത്ത് സ്ലറി എപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള മിക്സറുകൾ എന്നിവയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഡൈജസ്റ്ററുകളുടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്ലാന്റിനുള്ളിലേക്ക് ചെല്ലുന്ന ഓർഗാനിക് മെറ്റീരിയലിനെ വിഘടിപ്പിച്ച് ജൈവവാതകവും ജൈവവളവുമാക്കി മാറ്റുന്ന മൈക്രോബ്സ് പ്രവർത്തിക്കുന്ന ഡൈജസ്റ്റിനുള്ളിലാണ്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബയോഗ്യാസ് സംഭരിക്കുന്നത് ഗ്യാസ് സംഭരണി അഥവാ ഗ്യാസ് കളക്ടറിലാണ്. പ്ലാന്റിൻ്റെ മാതൃക മാറുന്നതനുസരിച്ച് ഗ്യാസ് കളക്ടറുകൾക്ക് രൂപത്തിലെ വ്യത്യാസം ഉണ്ടാവാം. ഫിക്സഡ് ഡൂം മാതൃകയിലുള്ള പ്ലാന്റുകളിൽ എക്സ്റ്റേണൽ ഗ്യാസ് കളക്ടറിലോ അല്ലെങ്കിൽ ഡൈജസ്റ്ററിൻ്റെ തന്നെ ഒരു ഭാഗത്തോ ആയിരിക്കും ഗ്യാസ് സംഭരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള പ്ലാന്റുകളിൽ ഡൈജസ്റ്ററിൻ്റെ മുകൾ പരപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഘടിപ്പിച്ചിട്ടുള്ള ഗ്യാസ് സംഭരണികളിലായിരിക്കും ഗ്യാസ് സംഭരിക്കുന്നത്. പ്ലാന്റിനുള്ളിലേക്ക് ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള അറയാണ് ഇൻലെറ്റ് ചേംബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഒരു പ്രത്യേകം ലിഡോട് കൂടിയ, അടപ്പോട് കൂടിയ ഒരു ടാങ്ക് ആയിരിക്കും. അത് പ്ലാന്റിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്കരണം കഴിഞ്ഞ ഗ്യാസ് കിച്ചണിലേക്ക് എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈനും അതിന് ഒരു കൺട്രോൾ വാൽവും ഗ്യാസ് സംഭരണിയിൽ ഉണ്ടായിരിക്കും. സംസ്കരണ ശേഷം സ്ലറി പുറത്തേക്ക് വരുന്നതിനുള്ള ഒരു ഔട്ട്ലെറ്റ് പ്രൊവിഷനും പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളിലും എല്ലാ മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളിലും ഉണ്ടാവും. ഇത് കൂടാതെ ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളിൽ സംഭരണിയിലുണ്ടാവുന്ന ഗ്യാസ് നിശ്ചിത മർദ്ദത്തിൽ അടുക്കളയിലേക്ക് എത്തിക്കുന്നതിനുള്ള അഡീഷണൽ വെയിറ്റ് ഗ്യാസ് സംഭരണിയുടെ പുറത്ത് ഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ അഡീഷണൽ വെയിറ്റ് ഉപയോഗിക്കാത്ത ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രത്യേക പമ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗ്യാസ് യൂട്ടിലൈസേഷൻ പോയിൻ്റ്, അത് സ്റ്റൗവോ ലൈറ്റോ എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് വൈദ്യുതി ആവശ്യമാണ്. എന്നാൽ അഡീഷണൽ വെയിറ്റ് ഉപയോഗിച്ച് പ്രഷർ കൂട്ടുന്ന മാതൃകകളിൽ വൈദ്യുതിയുടെ ആവശ്യമില്ലാതെ തന്നെ ഉയർന്ന മർദ്ദത്തിൽ ബയോഗ്യാസ് സ്റ്റൗവിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇത് കൂടാതെ ഫിക്സഡ് ഡൂം മാതൃകയിലാണെങ്കിൽ പ്ലാന്റിനുള്ളിൽ തന്നെ പ്രഷർ കൂടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഉയർന്ന മർദ്ദത്തിൽ തന്നെ ആയിരിക്കും ഗ്യാസ് യൂട്ടിലൈസേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, സംഭരണികളുടെ ഉള്ളിൽ ഒരു സ്കം ബ്രേക്കർ സംവിധാനം ഉണ്ടായിരിക്കും. അത് ഫൈബർ ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള സംഭരണികളിലാണ് അങ്ങനെയുള്ള സ്കം ബ്രേക്കർ ഉണ്ടായിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളിൽ, പ്രത്യേകിച്ച് ഫൈബർ ഗ്ലാസ്സിലുള്ള ഗ്യാസ് സംഭരണിയോടുകൂടിയ ബയോഗ്യാസ് പ്ലാന്റുകളിലും ലോഹങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള പ്ലാന്റുകളിലും ഗ്യാസ് സംഭരണിക്കുള്ളിൽ സ്കം ബ്രേക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക ബ്ലൈഡുകൾ കൂടെ ക്രമീകരിച്ചിരിക്കും. ഇത് സാധാരണയായി ഇത്രയും ഭാഗങ്ങളാണ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളിലും കൊമേഴ്ഷ്യൽ ബയോഗ്യാസ് പ്ലാന്റുകളിലും ക്രഷറുകൾ ഉപയോഗിക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കുന്നതിന് ഗാർഹിക പ്ലാന്റുകൾക്ക് ആവശ്യമായ ക്രഷറുകളും ലഭ്യമാണ്. ക്രഷറുകൾ ഉപയോഗിക്കുന്നുണ്ട്. വേസ്റ്റ് പ്ലാന്റിന് ഡൈജസ്റ്റിനുള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നതിനുള്ള ഫീഡിംഗ് സ്ക്രൂ ഫീഡറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡൈജസ്റ്റിനുള്ളിലെ ഓർഗാനിക് വേസ്റ്റ് എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള സ്ലറി മിക്സിംഗ് സിസ്റ്റമുണ്ട്. ഗ്യാസിലെ ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്നതിനുള്ള സ്ക്രബ്ബറുകളും ഇതോടൊപ്പം പ്ലാന്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച് വരുന്നു. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ബയോഗ്യാസ് പ്ലാന്റുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളത്. ഗാർഹിക ആവശ്യങ്ങൾക്കും സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കുമുള്ള ചെറുതും വലുതുമായ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും 3 വിധത്തിലുള്ള സേവിങ്സാണ് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന
സേവിങ്സ് എന്ന് പറയുന്നത് LPGയുടെ ഉപയോഗത്തിലുള്ള കുറവാണ്. ഒരു വീട്ടിലോ സ്ഥാപനത്തിലോ ഉണ്ടാകുന്ന ഓർഗാനിക് വേസ്റ്റ് സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് അത് ഉപയോഗിക്കുക വഴി ഓരോ വീട്ടിലെയും ഏറ്റവും കുറഞ്ഞത് 50% LPGയുടെ ഉപയോഗമെങ്കിലും നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുകൂടാതെ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളാണെങ്കിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അത് ഓരോ ദിവസവും വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രവർത്തകരുണ്ട്. ഓരോ മേഖലകളിലും വ്യത്യസ്തമായ തരത്തിൽ വേസ്റ്റ് കളക്ഷന് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും പ്രവർത്തകരുമുണ്ട്. അവർക്കൊരു മാസം ഒരു നിശ്ചിത തുക വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് രണ്ടും കൂടാതെ ജൈവ വളം സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. ദ്രവരൂപത്തിലുള്ള ജൈവവളം അലങ്കാര സസ്യങ്ങൾക്കോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിക്കോ ഉപയോഗിക്കുന്നതിലൂടെ മറ്റ് വളങ്ങൾ വാങ്ങുന്നതിനുള്ള ചെലവ് നമുക്ക് ലാഭിക്കാൻ കഴിയും. ഇങ്ങനെ പ്രധാനമായിട്ട് 3 വിധത്തിലുള്ള സാമ്പത്തിക ലാഭമാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇത് പരിഗണിച്ച് അനുയോജ്യമായ വലിപ്പത്തിലും ഗുണമേന്മയുള്ള പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള മാതൃകകളിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സെലക്ട് ചെയ്താൽ ദീർഘകാലം ഈ സേവിങ്സ് നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനും അതിലൂടെ വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാനും കഴിയും. കാരണം ഗുണമേന്മയുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഏറ്റവും കുറഞ്ഞത് 20 വർഷമെങ്കിലും കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബയോടെക് സ്ഥാപിച്ച പ്ലാന്റുകളുടെ ഗുണഭോക്താക്കളുടെ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റ്, സാധാരണ ഒരു ഗുണഭോക്താവ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ എങ്ങനെയുള്ള സ്റ്റൗവ് സെലക്ട് ചെയ്യണമെന്നുള്ളത് പലർക്കും ശരിയായ ഒരു ധാരണയില്ല. പ്ലാന്റ് നിർമ്മിച്ച് തരുന്ന ഏജൻസി ഒരു സ്റ്റൗവ് തന്നു കഴിഞ്ഞാൽ അത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് കൂടുതലും നിലവിലുള്ളത്. അപ്പോൾ അത് ഒഴിവായി ബയോഗ്യാസ് പ്ലാന്റുകൾ കൂടുതൽ നമുക്ക് കാര്യക്ഷമമായി ഉപയോഗിക്കണമെങ്കിൽ അനുയോജ്യമായ സ്റ്റൗവുകൾ സെലക്ട് ചെയ്യണം. ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് അനുയോജ്യമായ സ്റ്റൗവുകൾ വിവിധ തരത്തിൽ ലഭ്യമാണ്. പ്രാരംഭഘട്ടങ്ങളിലെല്ലാം ബയോഗ്യാസ് സ്റ്റൗ കാസ്റ്റ് അയൺ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അതിനുശേഷം അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള സ്റ്റൗവുകളായി. വീണ്ടും ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഘടകഭാഗങ്ങളെ കുറിച്ചുള്ള ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ ഗ്ലാസ് ടോപ്പ് സ്റ്റൗവുകളും ബയോഗ്യാസിൽ പ്രവർത്തിക്കുന്ന സ്റ്റൗവുകൾ അവൈലബിൾ ആണ്. ഇത് സ്റ്റൗവിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. ഇനി അതിൻ്റെ മാതൃകകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിംഗിൾ ബർണർ സ്റ്റൗ ആണ് കൂടുതലും വലിപ്പം കുറഞ്ഞ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ആവശ്യം കൂടുന്നതനുസരിച്ച് സിംഗിൾ ബർണർ സ്റ്റൗ അവൈലബിൾ ആണ്, ഡബിൾ ബർണർ സ്റ്റൗ അവൈലബിൾ ആണ്, ട്രിപ്പിൾ ബർണർ സ്റ്റൗ അവൈലബിൾ ആണ്, 4 ബർണറോട് കൂടിയ സ്റ്റൗവുകളും അവൈലബിൾ ആണ്. അത് 4 ബർണർ സ്റ്റൗ ഒക്കെ സാധാരണ ഗ്ലാസ് ടോപ്പ് മോഡലിലാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ LPGയും ബയോഗ്യാസും ഒരുമിച്ച് ഉപയോഗിക്കാവുന്ന, അതായത് 2 കണക്ഷനിലൂടെ ഒരു സ്റ്റൗവിൽ തന്നെ LPGയും ബയോഗ്യാസും ഉപയോഗിക്കാവുന്ന സ്റ്റൗവുകളും ലഭ്യമാണ്. ഞാൻ ആ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് LPG സ്റ്റൗവിൽ ബയോഗ്യാസ് കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാമെന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഒരു പ്ലാറ്റ്ഫോമിൽ 4 ബർണർ കണക്ട് ചെയ്തിരിക്കും. അതിൽ 2 ബർണറിൻ്റെ കണക്ഷൻ LPG വഴിയായിരിക്കും കൊടുത്തിരിക്കുന്നത്, മറ്റ് 2 ബർണറിൻ്റെ കണക്ഷൻ ബയോഗ്യാസ് ഉപയോഗിച്ച് കൊടുത്തിരിക്കും. അത് അടുക്കളയിൽ ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള ഡബിൾ ഫ്യൂവൽ ടൈപ്പ് സ്റ്റൗവുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥാപിക്കുന്ന പ്ലാന്റിൻ്റെ വലിപ്പം, അതിൽ എത്ര ബയോഗ്യാസ് ഉണ്ടാകുന്നു എന്നത് മനസ്സിലാക്കിയിട്ട് അതിന് സ്യൂട്ടബിളായിട്ടുള്ള എത്ര ബർണർ വേണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വളരെ കുറച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയ പ്ലാന്റ്, ഒരു ഘനമീറ്ററോ അര ഘനമീറ്ററുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ചു എന്നിരിക്കട്ടെ. ആ പ്ലാന്റിൽ ഒരു 2-3 ബർണറുള്ള ഒരു സ്റ്റൗവ് കണക്ട് ചെയ്ത് 3 ബർണറും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഗ്യാസ് മുഴുവൻ ഉപയോഗിച്ച് തീരും. അതേസമയം ഈ പ്ലാന്റിൽ ഒരു സിംഗിൾ ബർണർ സ്റ്റൗവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏകദേശം 2 മണിക്കൂറോ അതിലധികമോ ഒരു സ്റ്റൗവ് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അത് അവരുടെ അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ ആവശ്യകത വളരെ വേഗം പൂർത്തിയാക്കണമോ അതോ സാവധാനം പൂർത്തിയാക്കിയാൽ മതിയോ എന്നുള്ള കൺസിഡർ ചെയ്തുകൊണ്ട് ഒന്നിലധികം ബർണറുകളുള്ള സ്റ്റൗവുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഇതുകൂടാതെ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് വലിപ്പം കൂടിയ വലിയ പാത്രങ്ങളിൽ കൂടുതൽ കുക്കിങ്ങിന് അനുയോജ്യമായ ക്യാൻറ്റീൻ ബർണർ വിഭാഗത്തിൽപ്പെടുന്ന ബയോഗ്യാസ് സ്റ്റൗവുകളും ലഭ്യമാണ്. അത് സ്ഥാപനത്തിൽ എത്രത്തോളമാണ് പാചകം ചെയ്യേണ്ടത്, അവിടെ സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ വലിപ്പം എത്രയാണ്, ആ കാര്യങ്ങൾ പരിഗണിച്ചിട്ട്
അതിന് അനുയോജ്യമായ എത്ര സ്റ്റൗ ആവശ്യമാണ്, ഏത് വലിപ്പത്തിലുള്ള സ്റ്റൗ ആവശ്യമാണ് എന്ന് പ്ലാന്റ് നിർമ്മിച്ചു തരുന്ന ഏജൻസിയുമായി ചർച്ച ചെയ്ത് അനുയോജ്യമായ വലിപ്പം എണ്ണവും തീരുമാനിക്കുന്നതായിരിക്കും കാര്യക്ഷമമായ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിനും ബയോഗ്യാസിൻ്റെ ഉപയോഗത്തിനും ഏറ്റവും അഭികാമ്യം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബയോടെക്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ സാങ്കേതിക വിദഗ്ധർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. താങ്ക് യു.